ആറന്മുളയിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ ആളുകൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ആളുകളെ പുറത്തെത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആറന്മുളയിലെത്തും. തുടർന്ന് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളും മുഖ്യമന്ത്രി സന്ദർശിക്കും. രജീഷ് നരിക്കുനി വിവരങ്ങളുമായി ചേരുന്നു. രജീഷ്, എന്താണ് ആറന്മുളയിൽ കാണുന്ന കാഴ്ച? അജിംസ, ഇപ്പോൾ ആറന്മുളയിൽ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ അല്പശമനമുണ്ടെങ്കിലും ഇന്ന് രാവിലെയും അല്പശമനമുണ്ടെങ്കിലും വീണ്ടും മഴ ആറന്മുളയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ആറന്മുള ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തേക്ക് അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും വെള്ളം വലിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡിലാണ്. ഈ റോഡിലൊക്കെ തന്നെ വലിയ രീതിയിൽ അതിൻ്റെ അരക്കൊപ്പം കുറച്ചപ്പുറത്തേക്കൊക്കെ വെള്ളമുണ്ട്. ഇത് ഇന്നലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ടാണ്. അവരാണ് ഇന്നലെ റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പലരും ഈ അപ്പുറത്ത് ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ റോഡിലേക്കും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ തന്നെ വരുന്നത് ഈ മത്സ്യബന്ധന ബോട്ട് അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ബോട്ടൊക്കെ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഞാൻ അല്പസമയം മുമ്പ് കണ്ടൊരു കാഴ്ച പറഞ്ഞാൽ ഉള്ളിൽ താമസിക്കുന്ന ചേട്ടനാണ്. അദ്ദേഹം ഈ വാഴത്തടയുണ്ട് തോണി ഒരു ബോട്ട് പോലെ ചങ്ങാടം പോലെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെ എന്താണ് അപ്പുറത്തെ ഭാഗങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ? അവിടെ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ വെള്ളം കയറി. അവിടെ നിന്ന് ഇപ്പം ഞാനും എൻ്റെ വൈഫും പിന്നെ ഇങ്ങേപ്പുറത്തെ ഒരു അങ്കിളും ഒരു മോനും ഉണ്ട്. ഞങ്ങൾ 4 കൂട്ടരേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളവരെല്ലാവരും ക്യാമ്പിൽ പോയി. പിന്നെ എനിക്ക് 4 പശുവുണ്ട്. അതിനെ ഞാനൊരു പറമ്പിൽ കൊണ്ട് കെട്ടിട്ടുണ്ട്. അതിനെ 2018 എൻ്റെ 5 പശു ചത്തുപോയി വെള്ളം കയറി. അന്ന് എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ ഇറങ്ങിയില്ല. അതുകൊണ്ട് അതെല്ലാം കിടന്ന് ചത്തുപോയി. അതുകൊണ്ട് ഈ വേക്ക് ആ അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പശുവിനെ അങ്ങ് കരയ്ക്കൊണ്ട് കെട്ടിയിട്ട് അതിനെ തീറ്റയും വെള്ളവും കൊടുക്കാനായിട്ട് ഈ പിണ്ടിച്ചങ്ങാട്ട് ഉണ്ടാക്കിയത്. അതിൽ ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് അതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകുന്നത്. ഇപ്പം പിന്നെ പാലെല്ലാം കിട്ടിയത് ഇപ്പം ഇച്ചിരി കൊണ്ട് കൊടുക്കാൻ വന്നതാണ്. വീട്ടുകാർ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഇവിടോട്ട് കൊണ്ട് കൊടുക്കാൻ വന്ന പാല്. ഇപ്പോൾ എവിടെ പാല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? വീടുകളിൽ മാത്രം. വീടുകളിൽ. ഇപ്പോൾ ചങ്ങാടത്തിന് പോകുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ? കാരണം കുറേ വെള്ളമല്ലേ, ഒരാൾ പൊക്കത്തിന് മേലെ വെള്ളമില്ലേ അവിടെ? ഇപ്പം വെള്ളം കുറഞ്ഞ ശകലം. അതുകൊണ്ട് ഞാനിപ്പം ഇതേ കൂടെ മുങ്ങത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തില്ല. അതെല്ലാം സേഫ്റ്റി ആയിട്ട് പോകാൻ വേണം. അവിടെ താമസിക്കുന്നവർക്ക് ഈ ഭക്ഷണവും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നലെ ഒന്നും കിട്ടിയില്ല. ഇന്നലെ രാവിലെ ഒരു പൊതി കൊണ്ട് തന്നു. അത് കഴിച്ചോണ്ടിരിക്കുക. ഇറങ്ങി പോകാനും കൊടുത്തല്ലോ സാധനം മേടിക്കാൻ. ഇപ്പം തന്നെ ഒരു ബ്രെഡ് മേടിച്ചിരിക്കുക. അത് കുറിച്ചൊന്നിട്ട് കഴിക്കണം. ഇനി അരിയൊന്നും മേടിക്കാൻ പാടില്ല, സമയമില്ലല്ലോ അവിടെ. എങ്ങനെ ഇറങ്ങിപ്പോകാനാ? ആളോട് സംസാരിച്ച് നോക്കിയിരുന്നു എങ്ങനെയാണ് സാധനങ്ങൾ എത്തിക്കുന്നത്? വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ മെമ്പർ സഹായിക്കുക. ഇന്നലെ തിരിയും വെള്ളം മെഴുതിരി കൊണ്ടുതരാന്ന് പറഞ്ഞാൽ ആരും വന്നില്ല ഇതുവരെ. ഭയങ്കര റിസ്ക് അല്ല അവിടെ? കറണ്ടൊന്നും ഇല്ലല്ലോ? കറണ്ട് ഇപ്പോൾ ഉണ്ട്. കറണ്ട് ഇപ്പോൾ വന്നിട്ടിപ്പോൾ പോയി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോയി. ഇനി പിന്നെ വന്നോ നമുക്ക്. എത്ര മറ്റുള്ള വീട്ടുകാരൊക്കെ എങ്ങനെ സാഹചര്യം അവിടെ? അവിടെ എല്ലാവരുടെയും വീട്ടിൽ ആരും ഇല്ല അവിടെ. എല്ലാവരും ഇറങ്ങി. ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞു ഇറങ്ങി വരാമെങ്കിൽ ഒരാൾ വരാമെങ്കിൽ ഇപ്പം മണ്ണും ചള്ളയെല്ലാം പിടിക്കിടക്കുമല്ലോ. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരത്തില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം പോകുന്ന വഴിക്കൊക്കെ വലിയ രീതിയിൽ വെള്ളമാണ്. ഇനിയിപ്പോൾ മഴ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ അതായിരിക്കും. മേളിലൊരു ഷീറ്റ് ഇട്ടപ്പോണ്ട് ചിലപ്പോൾ അതിനകത്ത് കയറിയിരിക്കും. എൻ്റെ പശുവിനെ കളഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇറങ്ങത്തില്ല അവിടെ. ചേട്ടൻ്റെ വീട്ടിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടോ? കയറിയിട്ട് ഇറങ്ങി. ഇറങ്ങിയല്ലേ? ഇപ്പോൾ 1ാം നിലയിലാണോ 2ാം നില മുഴുവൻ കയറി? താഴത്തെ വെള്ളം കയറിയപ്പോൾ ഞാൻ ഈ കസര കയറി ഞങ്ങൾ ഇരുന്നത്. പിന്നെ കയറി വന്നാൽ മേപ്പോട്ട് ഞങ്ങൾ കയറും. പിന്നെ സാധനങ്ങൾ കുറേ പറക്കി മേളിൽ കയറ്റി വെച്ചു. ആരൊക്കെ ഉള്ളത് വീട്ടിലിപ്പോൾ അവിടെ? ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പുറത്തേക്ക് എത്തുക? കാരണം ക്യാമ്പിലേക്കൊന്നും മാറാതെ അവിടെ നിന്നാൽ സേഫാണോ? കുഴപ്പമില്ല. ഞങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും. അപ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പശു ഇല്ലായിരുന്നു ഞാൻ എങ്കിലും ക്യാമ്പിൽ പോയത്. പശു ഉള്ളതുകൊണ്ട് എനിക്ക് പോകാനൊക്കെ ഒത്തില്ല. അതെ, അതിനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. പേരെങ്ങനെ ചേട്ടൻ്റെ? എൻ്റെ സെബാസ്റ്റ്യനും ഉണ്ണീന്നും വിളിക്കും. സെബാസ്റ്റ്യൻ. എവിടെയാണ് വീട് വരുന്നത്? ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോകാൻ അകത്തോട്ട് കയറാം. വീട്ടിൽ വരാം. ചെറിയ മഠത്തിൽ. ചെറിയ മഠത്തിൽ. അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്യാമ്പിലേക്ക് മാറുന്നതാണ്. പക്ഷേ കൂടെയുള്ള മറ്റ് മിണ്ടാപ്രാണികളുടെ കാര്യം കൂടെ നോക്കിയിട്ടാണ് അദ്ദേഹം ഭാര്യയും അവിടെ തന്നെ താമസിക്കുന്നത്. നേരത്തെ വീട്ടിലൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വൃത്തിയാക്കാനൊക്കെ ആൾക്കാർ പോകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് വലിയ രീതിയിൽ വെള്ളം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ ബോട്ടിൽ അവിടെ ആളുകൾ രക്ഷപ്പെടുന്ന ഭാഗത്തേക്ക് പോയ സമയത്തൊക്കെ തന്നെ 2 ആൾ പൊക്കത്തിന് വെള്ളമുണ്ട്. നമ്മൾ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ പലതും മുകൾ ഭാഗം മാത്രം കാണുന്ന തരത്തിലേക്ക് അത്രയ്ക്ക് വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടേക്ക് പോകുന്നത്. തൊട്ടുപുറകിൽ നമുക്ക് കാണാം പല വീടുകളിലും ഗേറ്റിന്റെ മുകളിൽ പകുതിയുടെ മുകളിൽ തന്നെ വെള്ളം നിൽക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വയൽ പ്രദേശം പോലുള്ള സ്ഥലമാണ്. പുഞ്ചകൃഷി നടത്തുന്ന ഇടമാണ്. അവിടെ ആണ് 2 ആൾ പൊക്കത്തിനൊക്കെ തന്നെ വെള്ളമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഇറങ്ങാൻ ഇനി 1-2 ദിവസം വീണ്ടും എടുക്കാൻ തന്നെ സാധ്യത എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീണ്ടും മഴ കൂടിയിട്ടുണ്ട്. ഇനി
ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നുണ്ട്, ആറന്മുള എത്തുന്നത്. കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റു സ്ഥലങ്ങളിലും പോകും. അതിനുശേഷം റാന്നിയിലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട റാന്നിയിലെ പ്രദേശങ്ങളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവിടെ വെള്ളം അല്പത്തിൽ കുറവുണ്ടെങ്കിൽ കൂടിയും വലിയ രീതിയിൽ കുറവ് സംഭവിച്ചിട്ടില്ല. പതുക്കെ മാത്രമാണ് ഇത്തവണ വെള്ളം ഇറങ്ങുന്നതെന്നൊക്കെ തന്നെയാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ചേട്ടാ ഇവിടെ ഉള്ളതാണോ? നമ്മള് ബോട്ടുമായിട്ട് വന്നതാണ്. കായംകുളം. എപ്പോ എത്തിയാണ് ഇന്നലെ? ഞങ്ങൾ ഇന്നലെയല്ല, ഞങ്ങൾ 1-ാം തീയതി തൊട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തുള്ള പരമാവധി ആളുകളൊക്കെ തന്നെ ഇന്നലെ ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും എത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം ചുറ്റപ്പെട്ട് കിടന്ന ഉയരങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ ബന്ധുവീടുകളിൽ 2018 പ്രളയത്തിലും വെള്ളം കയറാത്ത ഭാഗങ്ങളാണ്, അവിടെ സുരക്ഷിതരായി ഇരുന്ന് കൊള്ളാമെന്ന് പറഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമായുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിച്ചോ, താമസിച്ചോ? ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന വള്ളക്കാരൊക്കെ ഈ കടൽ തിണ്ണയിലൊക്കെയാണ് കിടന്നുറങ്ങിയത്. ചിലപ്പോൾ അതൊരു ഇപ്പോൾ ഒരു ദുരന്ത മുഖത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും ഞങ്ങളുടെ തീരത്ത് കടലാക്രമണ ഭീഷണിയിലും കടലാക്രമണം നടക്കുന്ന സമയത്തുമാണ് നമ്മളിങ്ങോട്ട് എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ദുരിതത്തിൻ്റെ സാഹചര്യങ്ങളും ദുരന്തത്തിൻ്റെ മുഖങ്ങളും വൈമുഖങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാഹചര്യത്തിലും ഇപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളെല്ലാം മറന്ന് കൂടെ നിൽക്കും. അതിനൊരു കരുത്തു കൂടെ വേണ്ട. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തല്ലേ? അത് പറ്റുന്ന രീതിയിൽ നമ്മൾ കഴിയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ കടലിനോട് പൊരുതി ജീവിക്കുന്നവരാണ്. പ്രകൃതിയുടെ ഏത് ഒരുവിധപ്പെട്ട സാഹചര്യങ്ങളിലൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ആർജിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം. എത്ര ബോട്ടിലായിരുന്നു നിങ്ങൾ വന്നിരുന്നത്? ഞങ്ങൾ എൻ്റെ തീരത്ത് നിന്ന്, ഞാനും ഒരു മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. ഞങ്ങളുടെ സഹകരണ സംഘത്തിൽ നിന്ന് 7ഓളം ബോട്ടുകളാണ് ആറന്മുളയുടെയും തിരുവല്ലയുടെയും വിവിധ ഭാഗങ്ങളിലായിട്ട് ഉള്ളത്. ഞങ്ങൾ 1-ാം തീയതി തന്നെ എത്തി. കാരണം അടിയന്തരമായിട്ട്, കാരണം നമുക്ക് 2018 പ്രളയത്തിൽ നമ്മൾ പെട്ടെന്നൊരു വെള്ളക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ റോഡിലൂടെയോ അല്ലെങ്കിൽ ആറ്റിലൂടെയോ ഒന്നും യാനങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. റോഡിലൂടെ കൊണ്ടുവരുമ്പോൾ റോഡുകൾ ബ്ലോക്കായി കഴിഞ്ഞാൽ വള്ളങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. ആറ്റിലൂടെ കൊണ്ടുവരുമ്പോൾ പാലത്തിന് അടുത്തുള്ള രീതിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാലും ഈ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചെങ്ങന്നൂർ കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ 2018 പ്രളയത്തിലായാലും കൂടുതൽ ദുരിതങ്ങൾ ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത്, കാഷ്വാലിറ്റിയൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് MLAയും മറ്റും അറിയിച്ച് സർക്കാർ സംവിധാനങ്ങൾ DD ഓഫീസിൽ നിന്ന് തന്നെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 1-ാം തീയതിയെ കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിലും തിരുവല്ല താലൂക്ക് ഓഫീസിലുമായിട്ട് ഞങ്ങളുടെ വള്ളങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയോടുകൂടിയിട്ടാണ് കൂടുതൽ മഴ പെയ്യുകയും ജലനിരപ്പ് ഉയരാനുമുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അബിൻ വർക്കി MLAയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വള്ളങ്ങൾ ഇറക്കുവാൻ പറ്റുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തി. ഇന്നലെ വെളുപ്പിനെ മുതൽ വള്ളങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കൊല്ലത്തുനിന്നും മറ്റു കാഴ്ചകളാണ് കൂടുതൽ വള്ളങ്ങൾ പങ്കുവച്ചത്. രജീഷ് തരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്.